മൂന്നുപേരും ഈക്വലി ഡിവൈഡ് ചെയ്താണോ എടുത്തത്? എല്ലാ പൈസയും കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്താണ്. ഞങ്ങൾക്ക് പേടിയില്ല, കാരണം ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലല്ലോ. ഇവിടെ ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരൊന്നും എന്നെ വന്ന് ഒരു പുല്ലും ചെയ്യാൻ പോലുള്ള, എനിക്ക് അങ്ങ് കേന്ദ്രത്തിലാണ് പിടിപാടെന്നാണ് പറഞ്ഞത്. ഹലോ ഗൈസ്, അപ്പൊ ഇന്ന് നമുക്ക് 3 കള്ളികളെ പരിചയപ്പെടാം. കള്ളികൾ എന്ന് പറയുമ്പോൾ സ്ത്രീകളായതുകൊണ്ട് നമ്മുടെ നാട്ടില് കള്ളത്തരം ചെയ്താലും അവര് നിരപരാധികൾ അല്ലെങ്കിൽ സാഹചര്യം കൊണ്ട് ചെയ്തു പോയവർ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. കാരണം നമ്മുടെ നാട് അങ്ങനെയാണ്. ഒരാണും പെണ്ണും തെറ്റ് ചെയ്താൽ ആണിന് ഡയറക്റ്റ് അങ്ങ് പൊക്കും. അത് കേസ് അന്വേഷിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ കുറ്റം കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ പെണ്ണ് എന്തെങ്കിലും കള്ളത്തരം ചെയ്താൽ പെണ്ണല്ലേ, അങ്ങനെ ചെയ്യാൻ വഴിയുണ്ടോ? അവരെന്തെങ്കിലും സാഹചര്യം കൊണ്ട് ചെയ്തു പോയതായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ആലോചിക്കും, അല്ലെങ്കിൽ ആ ഒരു പെണ്ണെന്ന പരിഗണന വെച്ചിട്ട് വെറുതെ വിടുന്നു എന്നുള്ള രീതിയിലാണ് പൊതുവെ നമ്മുടെ നാട്ടിൽ നടക്കാറ്. അങ്ങനെ ഇന്നലെ ഒരു 3 കള്ളികളെ കള്ളത്തരങ്ങ് വെളിച്ചത്തായി. പറഞ്ഞു വരുന്നത് വേറെ ഒന്നിനെ കുറിച്ചുള്ള ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലുണ്ടായ QR കോഡ് തട്ടിപ്പോയ ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. ഓൾറെഡി ആ ഒരു ന്യൂസ് നിങ്ങൾ എല്ലാവരും വന്നിട്ടുണ്ടാവും. അറിയാത്തവരുണ്ടെങ്കിൽ ചെറുതായിട്ട് ഞാൻ ഒരു പോർഷൻ ഇവിടെ വെക്കാം. നടൻ കൃഷ്ണകുമാറിനും മകൾ ദിയയ്ക്കുമെതിരെ കേസ്. ദിയയുടെ സ്ഥാപനത്തിലെ വനിതാ ജീവനക്കാരികളുടെ പരാതിയിലാണ് തട്ടിക്കൊണ്ടുപോകലിന്റെ കേസ്. ദിയയുടെ സ്ഥാപനത്തിൽ നിന്ന് QR കോഡിൽ തിരിമറി നടത്തി പണം തട്ടിയതിന് കൃഷ്ണകുമാറിന്റെ പരാതിയിൽ ജീവനക്കാരികൾക്കെതിരെ നേരത്തെ കേസെടുത്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ജീവനക്കാർ ഇരുവർക്കുമെതിരെ പരാതി നൽകിയിരിക്കുന്നത്. ഇതാണ് ഇന്നലെ ഇപ്പോൾ സംഭവിച്ചത്. ഓൾറെഡി QR കോഡ് തട്ടിപ്പിന്റെ പേരും പറഞ്ഞു ഓൾറെഡി ദിയ കൃഷ്ണ അല്ലെ കൃഷ്ണകുമാരിക്ക് അങ്ങ് പോയിട്ട് കേസ് കൊടുത്തു. അതിന്റെ നേരെ അതായത് കൊടുത്തു കഴിഞ്ഞോടെ തന്നെ ഈ 3 നിരപരാധിയായ കള്ളികൾ പോയിട്ട് കൗണ്ടർ ഫയൽ അങ്ങ് ചെയ്തു. അവസാനം അറിയാലോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പെണ്ണിനാണ് പരിഗണന കൂടുതൽ. അതിനുശേഷം ഇവർക്കെതിരെയുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ ഇവരൊരു വലിയൊരു സ്ക്രിപ്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മളത് ചെയ്തിട്ടില്ല. അത് നിങ്ങൾ കേട്ടു, സത്യം പറഞ്ഞാണ്ടല്ലോ കേട്ട് ചിരിച്ചു പോകുന്നു. കാരണം നമ്മുടെ നാട്ടിൽ എന്തൊക്കെ രീതിയിൽ ഇവർക്ക് എന്താ പറയുക സപ്പോർട്ട് കിട്ടണം, ആ രീതിയിലൊക്കെ ആ സ്ക്രിപ്റ്റ് റെഡിയാക്കിയിട്ടാണ് ഇവർ വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ഇവരുടെ മെയിൻ ആയിട്ടുള്ള കള്ളത്തരങ്ങൾ ഞാൻ കാണിച്ചത്. ഫസ്റ്റ് ഇവര് ഞങ്ങൾ നിരപരാധിയാണ് സാർ എന്ന് പറയുന്ന ഒരു വീഡിയോ ഒന്നും കണ്ടു. നമ്മളെ ഫിസിക്കൽ അസോൾട്ട് എന്നൊക്കെ പറയുന്നത് ചെറിയ കാര്യമൊന്നും അല്ലല്ലോ. ഇപ്പൊ 3 പെൺകുട്ടികളാണ് ഒരുപോലെ കൊല്ലാൻ വേണ്ടിയായിട്ട് കൊണ്ടുപോയത്. ഞങ്ങളെ ഉപദ്രവിക്കുന്നത്. അവർ ഞങ്ങളെ പറഞ്ഞാൽ നിങ്ങൾ മരിക്കുന്നെങ്കിൽ മരിച്ചോ, എന്റെ പൈസ ഇവിടെ എണ്ണി വെച്ചിട്ട് നീയൊക്കെ ചാവ്, അങ്ങനെയാണ് ദിയ പറഞ്ഞത്. നിന്നെയൊക്കെ ഞാൻ പെട്രോൾ ഒഴിച്ച് കത്തിക്കും, ഇങ്ങനത്തെ രീതിക്കാണ് ഞങ്ങളടുത്ത് പറഞ്ഞത്. നല്ല രീതിക്ക് ചീത്ത വിളിച്ചത്. അപ്പൊ ഞങ്ങൾക്ക് പേടിയില്ല, കാരണം ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലല്ലോ. അയ്യോ, ഞങ്ങൾക്ക് പേടിയില്ല, ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലല്ലോ. അയ്യോ, എന്തൊരു പാവല്ലേ, ഒരു തെറ്റും ചെയ്യാത്ത പാവ സ്ത്രീ. അതായത് ആ സ്ത്രീകളെയാണ് കൃഷ്ണകുമാർ ഗുണ്ടകളെ വിട്ട് തട്ടിക്കൊണ്ടുപോയത്. അത് QR കോഡ് എന്ന പേരിൽ കള്ളത്തരം പറഞ്ഞിട്ട് തട്ടിക്കൊണ്ടുപോയി. പക്ഷെ ഇതേ ഭാവം അല്ലെങ്കിൽ ഇത്രയും കോൺഫിഡൻസോടെ സംസാരിക്കുന്ന ഇതേ കള്ളി വേറൊരു വീഡിയോയില് ആഹാരയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ എന്താ പറയാ പതറിപ്പോയി. ഒന്നും പറയാൻ കിട്ടുന്നില്ല പാവത്തിന്. അവസാനം കുറ്റങ്ങ് സമ്മതിക്കേണ്ട അവസ്ഥ വന്നു. സ്കാനർ വേറെ നിങ്ങളുടെ സ്കാനർ, നിങ്ങളുടെ കോഡ് നിങ്ങൾ സ്കാനറായിട്ട് പ്രിന്റ് ചെയ്ത് കാണിക്കുക. ഫോണില് എന്തെന്ന് പറഞ്ഞാൽ കാണിച്ചു കൊടുക്കുന്നത്. അത് നോക്കുന്നുണ്ട് സ്കാനർ ചുറ്റും അത് ആദ്യം ചെയ്യാൻ ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ളത്. ഇവര് പറയുന്ന സ്കാനർ നോക്കാവുന്നില്ല, ക്യാഷ് ആണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ ക്യാഷ് ആകുമ്പോൾ അങ്ങനെ എടുക്കുക. അപ്പൊ ആരാണ് അത് ആദ്യം? നിങ്ങളിൽ ഒരാളായിരിക്കുമല്ലോ അത് ആദ്യം പറഞ്ഞത്. ഐഡിയ കൊടുത്തത് ഞാൻ ഇപ്പൊ ഇവിടെ കണ്ണടച്ച് പറയാൻ പറ്റുന്നത്. അപ്പൊ നിങ്ങൾ അത് ഒരിക്കലും ആദ്യം ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് ആ കാശ് കിട്ടിയാൽ നിങ്ങൾ 3 പേരും ഈക്വലി ഡിവൈഡ് ചെയ്താണോ എടുത്തത്? എല്ലാ പൈസയും കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്താണ്. അവര് തന്നെ കുറ്റം അങ്ങ് സമ്മതിച്ച് അവർ ഈക്വലി ഡിവൈഡ് ചെയ്തിട്ട് പൈസ അങ്ങ് എടുത്തു. എന്താ പറയാ ഓഫീസിലുണ്ടായ സ്കാനർ വർക്കാവുന്നില്ല പറഞ്ഞിട്ട് ഇവരുടെ ഫോണിലുള്ള QR കോഡ് കാണിച്ചു. ഈ തട്ടിപ്പ് ഇവർ ഓൾറെഡി സമ്മതിച്ചു കഴിഞ്ഞു. എന്നിട്ടും ഒരു ഉളുപ്പില്ലാണ്ട് മീഡിയാസിന്റെ മുന്നിൽ ഇതുപോലെ കോൺഫിഡൻസ് ആയിട്ട് വന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഇവരുടെ സ്ത്രീയാണ്, അല്ലെങ്കിൽ കൃഷ്ണകുമാർ BJP കാരനാണ്. സോ ആ ഒരു പരിഗണന കിട്ടും, അല്ലെങ്കിൽ സ്ത്രീ എന്ന പരിഗണന കിട്ടും, സ്ത്രീ എന്ന രീതിയിൽ സപ്പോർട്ട് കിട്ടും എന്നുള്ള വിശ്വാസം കൊണ്ട് തന്നെയാണ്. അല്ലാതെ വേറെ ഒന്നുമല്ല. ദിയ ഇവരെ വിളിച്ചപ്പോൾ സംസാരിച്ച ഒരു ഫോൺ കോൾ ഉണ്ട്. അത് ഇവര് തന്നെ റെക്കോർഡ് ചെയ്ത വീഡിയോ ആണ്. പക്ഷെ അതെങ്ങനെയോ ലീക്കായി. അതും കൂടി ഒന്ന് കണ്ടു. ചേച്ചി അത് നേരത്തെ ഓപ്പൺ ആയിട്ട് തുറന്ന് പറഞ്ഞതല്ലേ. നിങ്ങളോട് നിങ്ങൾ സത്യം പറയാലോ, നിങ്ങൾ എന്റെ മാന്യമായ സൈഡ് മാത്രമേ ഇതുവരെ കണ്ടിട്ടുള്ളൂ. എന്റെ മാന്യമായ സൈഡ് മാത്രം നിങ്ങൾ കണ്ടുള്ളൂ. എനിക്ക് പബ്ലിക് ഇമേജ് ഉള്ളതുകൊണ്ട് ഞാൻ മെയിൻറ്റെയിൻ ചെയ്തതാണ്. നിങ്ങളെക്കാൾ താറ സൈഡ് എനിക്കുണ്ട്. അത് കാണിപ്പിച്ചു. നിങ്ങളെക്കാൾ താറ സൈഡ് എനിക്കുണ്ട്. പക്ഷെ അത് കട്ടുമോട്ടിച്ചു അല്ല ചെയ്യുന്നത്. മനസ്സിലായില്ലേ? കട്ടുമോട്ടിച്ച് ഞാൻ ചെയ്തിട്ടില്ല. അതിന്റെ അടുത്ത് സൈഡിൽ നിന്ന് വരാൻ സൂയിസൈഡ് ചെയ്യാൻ പോവാന്ന് പറയാം.
ഭീഷണിപ്പെടുത്താൻ. അങ്ങോട്ട് സൂസൈഡ് അയ്യോ ചെയ്യരുത് നമുക്ക് പൈസ ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് തീ അങ്ങ് പോകുന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇല്ല, നിങ്ങൾ ചത്ത് പോലും ഇല്ല പോലും. കള്ളത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് മെഴുകാൻ നിൽക്കരുത്. ചേച്ചി അതല്ലേ ചേച്ചി ഞാൻ പറഞ്ഞത്, ഒരാൾക്ക് 50 വെച്ച് ഞങ്ങൾ ഷെയർ ചെയ്ത് എടുത്തിട്ടുണ്ടെന്ന്, കിട്ടിയിട്ടുണ്ടെന്ന്. ഇത് മാത്രമുണ്ട് 55,000. അതല്ലാതെ 1000 സീറ്റോട്ട് വേറെ വേറെ കസ്റ്റമേഴ്സിന് വരാൻ പോകുന്നതേ ഉള്ളൂ. അതും കൂടെ വന്ന് കളക്ട് ചെയ്തിട്ടേ ഞാൻ ഈ ബീച്ചിൽ നിന്ന് വട്ടിയൂർക്കാവ് സ്റ്റേഷനിലോട്ട് പോകുന്നുള്ളൂ. അതിന് മുന്നേ നിങ്ങൾ ചാവയോ നിങ്ങൾ മുമ്പയോ നിങ്ങൾ എന്താന്ന് വെച്ചാൽ എനിക്കറിയണ്ട. നിങ്ങളുടെ 3 പേരുടെ ജീവിതം ജീവനോട് നിങ്ങളുണ്ടെങ്കിൽ കൊലയ്ക്കാൻ ഞാൻ റെഡിയാണ്. ഞാൻ ഗർഭിണി എന്റെ കോപ്പ് കൊടുത്തവരൊക്കെ തീർന്നു. അത് ഇന്ന് ഉച്ചവരെ, മനസ്സിലായില്ലേ? ഇന്ന് ഉച്ചവരെ ഉള്ളൂ എനിക്കത്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളത് ഞാൻ കാണിച്ചു തരും. നിങ്ങൾ എന്നെ പറ്റിച്ചില്ലേ? അണ്ടർഗ്രൗണ്ട് കൂടെ നിങ്ങൾ എന്നെ പറ്റിച്ചില്ലേ? നാട് മുഴുവൻ അറിയുന്ന പോലെ നിങ്ങളെ ഞാൻ ഒരു പറ്റിക്കാൻ പോവാണ്. ഞാൻ കൂട്ടാൻ പോവുകയാണ്. മനസ്സിലായില്ലേ? മൊത്തം കുടുംബം ഇറങ്ങിയിരുന്നോ? മണ്ണെണ്ണ എടുത്ത് ഉഴാൻ ചോദിക്കൊണ്ടിരുന്നോ? മനസ്സിലായില്ലേ? വളരെ മോശപ്പെട്ട ഒരാളുമായിട്ടാണ് നിങ്ങൾ ഇറങ്ങി തിരിഞ്ഞിരിക്കുന്നത് കളിക്കാൻ. വളരെ മോശപ്പെട്ട ആളാണ് നിങ്ങൾ ഇറങ്ങി. മനസ്സിലായില്ലേ? ഒരു പെണ്ണായ ഞാനെന്ന് പറയുന്നത് എന്നെ പല തിരികൊണ്ടിരിക്കരുത് ഞാൻ. കേട്ടാ കേട്ടാ ചേച്ചി സോറി ചേച്ചി. സോറി എഴുതി വെച്ചോ. യൂട്യൂബ് ചാനലിലൂടെയും പോലീസ് സ്റ്റേഷനിലൂടെ നിങ്ങളുടെ ഞാൻ ഫ്യൂച്ചർ തൊലിച്ചു. യൂട്യൂബിലൂടെ നിങ്ങളുടെ സ്റ്റേജ് ഞാൻ തൊലിച്ചു. നിങ്ങൾക്ക് ലോകത്തെവിടെയും പോകാൻ പറ്റാത്ത രീതിയിൽ ഞാൻ ആക്കും. ശരിക്കും പറഞ്ഞാൽ ഇതുപോലുള്ള നാറികളെ നാട്ടിച്ച് കാരണം ഒരു ഉളുപ്പില്ലാണ്ട് വേറൊരാളുടെ സ്ഥാപനത്തിലുള്ള പൈസ തട്ടിയിട്ട് ഒരു ഉളുപ്പില്ലാണ്ട് ഇങ്ങനെ എന്താ പറയുക ബാക്കി മീഡിയാസിന്റെ മുന്നിൽ വന്നിട്ട് അയ്യോ നമ്മളങ്ങനെ ചെയ്തിട്ടില്ല, നമുക്ക് അതുപോലെ വിശ്വാസമുണ്ട്. ലേശം ഇതിപ്പോ ഒരാണാണ് ചെയ്തതെങ്കിൽ അതിന്റെ പിറ്റേ ദിവസം തന്നെ അകത്തിട്ടിട്ട് അങ്ങ് പൂജിട്ടുണ്ടാവും. ഇപ്പൊ പെണ്ണെന്നുള്ള പരിഗണന കൊണ്ട് മാത്രമാണ് ഇവർക്കെതിരെ ഇപ്പോഴും ഇങ്ങനെ തന്നെ മീഡിയാസൊക്കെ ബാക്കിൽ നടക്കുന്നത്. ഇവരെ വലിയ രീതിയിൽ എന്താ പറയാ വേറെ കാര്യങ്ങളിലേക്കൊന്നും പോവാത്തത്. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് അതായത് ഇവർ ഓൾറെഡി കുറ്റം സമ്മതിക്കുന്ന 2 വീട് നിങ്ങൾ കണ്ടു. ഈ 3 പേരും കളികളാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് ഇവർ ഇതിൽ രക്ഷപ്പെടാൻ വേണ്ടി ഇറക്കുന്ന കുറച്ച് കാർഡുകളുണ്ട്. അത് മെയിനായിട്ട് നമ്മുടെ നാട്ടിൽ വർക്കാവുന്ന സാധനം കൂടിയാണ്. അതിൽ ഒന്നാമത്തെ കാർഡ് ദിയക്ക് എപ്പോഴും ദിയ ഒരു മുതലാളി. നമ്മൾ എന്ന് വെച്ചാൽ പണ്ടത്തെ ജന്മിമാരുടെ ഒരു മെന്റാലിറ്റി ആണ് ദിയക്ക്. നമ്മൾ ജാതി വ്യത്യാസം ദിയക്ക് ഉണ്ട്. ആഹാരം കഴിക്കുന്നത് പോലെ ദിയക്ക് പ്രശ്നമാണ് അതൊക്കെ. ഞങ്ങൾ ഓഫീസിലെ ആഹാരം കഴിക്കാൻ വേണ്ടി കുറച്ച് സ്ഥലമേ ഞങ്ങൾ ഒരു മണി ചോറോ വല്ലതും താഴെ വീണോ ഞങ്ങൾ നല്ലതുപോലെ കിടന്ന് പറയും. ഇതാണ് നമ്മുടെ നാട്ടിൽ ജാതിക്കാട്. ഓൾറെഡി കൃഷ്ണകുമാറിനെതിരെ ഇതിനു മുന്നേ കുറെ കോൺട്രവേഴ്സി ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടായി. കാരണം അവർ ജാതിയുടെ പേര് പറഞ്ഞു പല ഡയലോഗും പറഞ്ഞപ്പോൾ അതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ കുറെ വീഡിയോസും ട്രോളും കാര്യങ്ങളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അതും പോരാത്തതിന് കൃഷ്ണകുമാർ എന്ന് പറയുന്നത് BJP കാരനായത് ഒരു ഒരു കാർഡാണ് അല്ലെങ്കിൽ ഒരു ബോണസ് ആണ് ഇവർക്ക്. കാരണം അത് വെച്ചിട്ട് നമ്മുടെ നാട്ടിൽ ഇവർക്കെതിരെ എന്താ പറയുക ആൾക്കാർ സപ്പോർട്ട് ചെയ്യാൻ ഇവർ വരും എന്നുള്ള ഒരു മൈൻഡ് ഇവർക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവിടെ ജാതിക്കാട് ഇറക്കുന്നത്. ഈ പേരും കള്ളികളെ അതായത് ദിയ എന്ന് പറയുന്ന വ്യക്തി ആ സ്ഥാപനത്തിന്റെ മുതലാളിയാണ്. അപ്പൊ മുതലാളി എന്നുള്ള രീതിയിലല്ലാതെ യുവമാർക്കൊക്കെ ഫ്രണ്ട്സ് ആയിട്ട് നിൽക്കണം. അത് ഈ കള്ളികളെടുത്ത് ഇത് ഒന്നാമത്തെ ഒരു കാർഡ് ഞാൻ കാണിച്ചത്. ഇനി രണ്ടാമതൊന്നുണ്ട്, അതാണ് ഏറ്റവും വലിയ. ആ കോൾ റെക്കോർഡിൽ അദ്ദേഹം പറയുന്നത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ 8,82,000 രൂപ തന്നില്ലേ, അപ്പൊ നമുക്ക് അതിന്റെ ഒരു റിസീപ്റ്റ് തരാമോ, നമ്മുടെ നിങ്ങൾ ഇത്രയും ക്യാഷ് മേടിച്ചെന്ന്. അപ്പൊ ദിയ ഇങ്ങോട്ട് നന്നായിട്ട് നല്ല റഷായിട്ട് സംസാരിച്ചിട്ട് എന്റെ അച്ഛൻ ആരാ നിനക്ക് ഇപ്പൊ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് അച്ഛനെ കൊണ്ട് വിളിപ്പിക്കുകയാണ്. അച്ഛൻ എന്റെ നമ്പർ ഒന്ന് വിളിച്ചിട്ട് നിനക്ക് എന്റെ മോളെ ഭീഷണിപ്പെടുത്താറായല്ലേ, ആ വോയിസ് കേട്ടാ അറിയാം ആരാണ് അവിടെ ഭീഷണിപ്പെടുത്തുന്നതെന്ന്. നീയൊക്കെ ചെയ്യാനുള്ളത് ചെയ്യും. ഇവിടെ ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരൊന്നും എന്നെ വന്ന് ഒരു പുല്ലും ചെയ്യാൻ പോലെ എനിക്ക് ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ, അതായത് അതിന്റെ ഇടയിൽ അവിടെ കമ്മ്യൂണിസ്റ്റ് എന്നുള്ള കാര്യം എന്താ പറയുക ആഡ് ചെയ്തു. അപ്പൊ കമ്മ്യൂണിസ്റ്റ് കുറെ ആൾക്കാർ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതലുള്ളത് കമ്മ്യൂണിസ്റ്റുകാരാണ്. സോ അവരുടെ സപ്പോർട്ട് നമുക്ക് കിട്ടും. ഓക്കെ, സ്ക്രിപ്റ്റ് വെൽ പെർഫെക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് അതിന്റെ വോയിസ് ക്ലിപ്പും കൂടി ഈ ഒരു കളികൾ കാണിക്കുന്നുണ്ട്. എന്നെ വന്ന് ഒരു പുല്ലും ചെയ്യാൻ പോലെ എനിക്ക് അങ്ങ് കേന്ദ്രത്തിലാണ് പിടിപാടെന്നാണ് പറഞ്ഞേക്കുന്നത്. നീയൊക്കെ എന്ത് ചെയ്തിട്ടും അവർക്കാണ് അതിന് കിട്ടും. നിങ്ങളെ പേടിക്കാണ്. ആ ഓഡിയോ റെക്കോർഡ് ഞാൻ കേൾപ്പിച്ചു തരാം. നീ എന്റെ മോളെ ഇപ്പൊ വിളിച്ചിട്ട് നീ അനാവശ്യം പറഞ്ഞില്ലേ? നീ എന്തോ വരഞ്ഞു നോക്കണ? ഞാൻ ഒരു അനാവശ്യം പറഞ്ഞില്ല. അല്ലല്ല, പിന്നെ നീ എന്താ പറഞ്ഞത്? ഒരു സെക്കൻഡ് നിങ്ങളുടെ നീ റെക്കോർഡ് ചെയ്തോ, മൊത്തം റെക്കോർഡ് ചെയ്യും. അതിനെനിക്ക് പുല്ലാണ്. നീ എന്തൊക്കെ വിളിച്ചു പറഞ്ഞ നിനക്ക് പേപ്പർ കിട്ടണ? ഏത് ചാനലാണ് വന്നത് നിന്നെ പറ്റി? നിന്റെ ഭാര്യയെ പറ്റി ഏത് ചാനലാണ് വന്നത്? ഞാൻ മറ്റേ നമ്മളെ ന്യൂസ് ചെയ്തല്ലോ, അതിൽ നോക്കിയാൽ ദിയ ചേച്ചി ഇങ്ങനെ ഇതായിട്ട് പറഞ്ഞു. ആക്ച്വലി ആ ഒരു ഓഡിയോയിൽ ഇവര് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് എവിടെ ഇല്ല.
കാരണം ഈ കമ്മ്യൂണിസ്റ്റ് എന്നുള്ള ഒരു വേർഡ് ഇവര് തന്നെ ആഡ് ചെയ്തതാണ് എന്തിന് സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അതുമല്ല ഇത്രയും കള്ളത്തരം ചെയ്ത് ഈ നാറികളോട് വളരെ സൗമ്യമായിട്ട് എന്റെ QR കോഡിന്ന് പൈസ നിങ്ങൾ തട്ടിയെടുത്തു, സോ ആ പൈസ നിങ്ങൾ എനിക്ക് തരണം, വളരെ മാന്യതയോടെയാണ് ഞാൻ പറയുന്നത്, എന്റെ പൊന്നു മക്കളെ പോലെയാണ് എന്നുള്ള രീതിയിൽ സംസാരിക്കും ആരെങ്കിലും? ഒരിക്കലും ഇല്ല. കാരണം അമ്മാതിരി തെണ്ടിത്തരം ചെയ്തിട്ട് ഇവര് തന്നെ പോയിട്ട് ഇവർക്ക് കേസ് തട്ടിക്കൊണ്ടു പോകുന്നു പറഞ്ഞ് കേസും കൊടുത്ത് ഒരു ഉളുപ്പില്ലാണ്ട് ഇങ്ങനെ വന്ന് സംസാരിക്കുന്ന ഒരാളാണ് എന്ത് വിളിക്കണം. എന്തായാലും ഈ കാണുന്ന 3 പെരും കളികളാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും. അതും പൈസ തട്ടിച്ചതും വെട്ടിച്ചതും QR കോഡ് മാറ്റിയതും എല്ലാം ഇവർ ഓൾറെഡി സമ്മതിച്ചിട്ടുണ്ട്. പക്ഷെ ഇവർ പറയുന്ന മെയിൻ കാര്യം എന്ന് വെച്ചാൽ 69 ലക്ഷം രൂപ ഇവർ തട്ടിച്ചു എന്നാണ് പറയുന്നത്. ഇവർ പറയുന്നതാണെങ്കിൽ എല്ലാവരും 50,000 വെച്ച് 55,000 വെച്ചിട്ടാണ് എടുത്തു എന്നുള്ള രീതിയിൽ. സോ ഇങ്ങനെ കൂട്ടി നോക്കിയാലും അതെങ്ങനെ പിന്നെ 69 ലക്ഷം ആവുന്നു മാത്രമാണ് ആർക്കും മനസ്സിലാത്തത്. ഇനിയിപ്പം പുറത്തു വരാനുള്ള എന്താ വെച്ചാൽ എത്ര പൈസ ഇവർ വെട്ടി, എത്ര പൈസ ഇവർ തട്ടി, അല്ലെങ്കിൽ ഈ ഇത്രയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇനി അറിയാനുള്ളത്. അല്ലാതെ ഇവരിനി നിരപരാധിയാണോ അല്ലെങ്കിൽ സ്ത്രീകളാണ് അവർക്കെതിരെ കുറ്റം ചുമത്തിയതാണ് എന്നും പറഞ്ഞുകൊണ്ട് ആരും വരരുത്. കാരണം ഈ പെരും കളികളാണ് ഓൾറെഡി നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോ. സോ ഇനിയൊരു ദിയാകൃഷ്ണ പറയുന്ന ഒരു വീഡിയോ ഉണ്ട്, അതും കൂടി നിങ്ങളൊന്ന് കേട്ടിട്ട് പോകണം, അത് ഞാൻ എന്റെയിലേക്കാം. സോ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. നിങ്ങളുടെ ഓഫീസിലും അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിലും ചിലപ്പോൾ ഇതുപോലെ കള്ളത്തരങ്ങൾ വെട്ടിപ്പോ നടത്തുന്ന ആൾക്കാർ ചിലപ്പോൾ ഉണ്ടാവും. സോ അങ്ങനെ ആരെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ പൈസ വരുന്നില്ല എന്ന ചെലവ് നല്ലോണം പോകുന്നുണ്ട് എന്നുള്ള ഒരു ഡൗട്ട് നിങ്ങൾക്ക് വരുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കുക. കാരണം എല്ലാം കറക്റ്റായിട്ട് പോകുന്നുണ്ടോ അല്ലെങ്കിൽ ആൾക്കാർ കള്ളത്തരൊന്നും കാണിക്കുന്നില്ലല്ലോ എന്നുള്ള രീതിയിൽ ഒന്ന് ചെക്ക് ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് ദുഃഖിക്കേണ്ട ആവശ്യം വരത്തില്ല. സോ കൂടുതലായിട്ടൊന്നുമില്ല, അടുത്ത വീഡിയോ കാണാം. ഹായ് എവരിബഡി, ഗുഡ് ഈവനിങ്. നിങ്ങളിൽ ഒരുവിധം എല്ലാവരും ന്യൂസിൽ നടക്കുന്ന എൻ്റെ അഗൻസ്റ്റുള്ള ആരോപണങ്ങളും എല്ലാം കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇൻ കേസ് അത് അറിഞ്ഞിട്ടില്ലാത്തവർക്ക് വേണ്ടി ഞാൻ ചെറുതായിട്ടൊന്ന് ബ്രീഫ് ചെയ്യാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. പ്ലസ് വേറൊരു ഇൻഫർമേഷനും കൂടെ പാസ് ഓൺ ചെയ്യാനാണ്. എൻ്റെ OYOC സ്ഥാപനത്തിൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് അവിടെ വർക്ക് ചെയ്തിരുന്ന 3 കുട്ടികൾ, വിനിത, ദിവ്യ, രാധു, ഈ 3 പേരും അവിടെ ക്രിമിനൽ ആക്ടിവിറ്റീസ് നടത്തുന്നുണ്ടായിരുന്നു. QR കോഡ് വഴി പണം തട്ടിയെടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിച്ചതിന് ശേഷമുള്ള ഇഷ്യൂസാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കേസ് കൊടുത്തു, അവർ കൗണ്ടർ കേസ് കൊടുത്തു. സോ അത് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാനിത് കണ്ടുപിടിച്ച ദിവസം രാത്രി ഞാൻ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, ആസ്കിങ് ഫോർ ഹെൽപ്പ്. ഇതുപോലെ ആരെങ്കിലും ഇവരുടെ പേഴ്സണൽ അക്കൗണ്ടിലോട്ട് ഇവർ ചെയ്യാൻ നിങ്ങളെ ഫോഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്നെ അറിയിക്കണം എന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഞാനൊരു സ്റ്റോറി ഇട്ടിരുന്നു. അതിൻ്റെ പിന്നാലെ ഒത്തിരി പേരുടെ ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഈവൻ ടുഡേ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഒത്തിരി പേരുടെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അവർ ഇതുപോലെ നമ്മുടെ നിന്ന് ക്യാഷ് ഇൻസിസ്റ്റ് ചെയ്തു, ഇവരുടെ അക്കൗണ്ടിലോട്ട് അയക്കാൻ പറഞ്ഞു. ഇതുപോലെ ഒത്തിരി കംപ്ലയിൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പൈസ മുഴുവൻ ഇവരുടെ അക്കൗണ്ടിലേക്കാണ് പോയിരിക്കുന്നത്. അപ്പോൾ അവർ എന്നെയും നിങ്ങളെയുമാണ് സ്കാം ചെയ്തത്. എന്നെ സ്കാം ചെയ്തതും എൻ്റെ കമ്പനിയെ സ്കാം ചെയ്തതും നിങ്ങൾക്ക് ഇതിലൂടെ മനസ്സിലായിട്ടുണ്ടാകും. നിങ്ങളെ സ്കാം ചെയ്തത് നിങ്ങളെ എന്നെ ഇഷ്ടമുണ്ടെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ OYOCയിലെ പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ട് വിശ്വസിച്ച് എനിക്ക് പേയ്മെന്റ് കിട്ടുന്നു അല്ലെങ്കിൽ ഞാൻ ബിസിനസ്സിൽ രക്ഷപ്പെടണം എന്ന് വിചാരിച്ച് എനിക്ക് തരേണ്ട പൈസ ഇവർ തട്ടിക്കൊണ്ട് പോയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നിങ്ങളുടെ എല്ലാവരെയും ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഞാനൊരു മെയിൽ ഐഡിയും ഈ ഒരു പോസ്റ്റിന്റെ അടിയിൽ ഇടുന്നുണ്ട്. ആ ഒരു മെയിൽ ഐഡി ഞാനിപ്പോൾ പറഞ്ഞുതരാം. നമ്മുടെ മ്യൂസിയം സ്റ്റേഷനിലുള്ള മെയിൽ ഐ ഡി ആണിത്. shomsm.tvm.pol@kerala.gov.in മെയിൽ ഐ ഡി ഞാനിവിടെ ക്യാപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ മ്യൂസിയം സ്റ്റേഷനിൽ തന്നെ ഡയറക്റ്റ് ആയിട്ടുള്ള മെയിൽ ഐ ഡി ആണ്. എനിക്കറിയാം കസ്റ്റമേഴ്സിന് ആർക്കും ഡയറക്ട്ലി അവിടെ പോയി കേസ് കൊടുക്കാൻ ഇപ്പം നിങ്ങളെ ബുദ്ധിമുട്ടിക്കേണ്ടി വരും. എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. നിങ്ങളെയും സ്കാം ചെയ്തിട്ടുണ്ട്, എന്നെയും സ്കാം ചെയ്തിട്ടുണ്ട്. ഇവരുടെ പേരിൽ ഫ്രോഡ് കേസ് നിങ്ങൾക്കും ഫയൽ ചെയ്യാമെന്നുള്ളതാണ്. ഈ പറയുന്ന മെയിൽ ഐ ഡിയിൽ നിങ്ങൾ വിത്ത് പ്രൂഫ്, അതായത് നിങ്ങൾക്ക് അവിടെ ഉണ്ടായ അനുഭവം പ്ലസ് സ്ക്രീൻഷോട്ട്, ഇപ്പോൾ ദിവ്യ ഫ്രാങ്ക്ലിന്റെ അക്കൗണ്ട് ആണോ, വിനിത ആദർശിന്റെ അക്കൗണ്ട് ആണോ, രാധു മനോജിന്റെ അക്കൗണ്ട് ആണോ എന്നുള്ളത് വിത്ത് പ്രൂഫ്, എത്ര രൂപയാണ് എന്നുള്ളത്, അതിന് അവിടെ ചെന്നപ്പോൾ എന്താണ് സംഭവിച്ചെന്നുള്ളതിന്റെ ഒരു തെളിവും കൂടെ വെച്ചിട്ട് ഇവരുടെ അഗേൻസ്റ്റ് ഒരു ഫ്രോഡ് കേസ് നിങ്ങൾക്കും കൊടുക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഇഫ് യു ജോയിൻ മീ ഇൻ ദിസ് ജേർണി ഇറ്റ് വുഡ് ബി ഓഫ് ഗ്രേറ്റ് ഹെൽപ്പ്. കാര്യം ഞാൻ എൻ്റെ കേസ് കൊടുത്തു കഴിഞ്ഞു, നിങ്ങളുടെ കേസ് നിങ്ങൾ തന്നെ കൊടുക്കണം. എന്നാലേ ഇതിനകത്ത് നമുക്ക് ട്രൂത്ത് വെളിയിൽ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. ബിക്കോസ് ജസ്റ്റിസ് ഷുഡ് ബി സെർവ്ഡ് ആസ് സൂൺ ആസ് പോസിബിൾ. നമുക്ക് ക്രിമിനൽസിനെ മുന്നിൽ കൊണ്ടുവരണം, എല്ലാവരുടെയും മുന്നിൽ വരെ കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പോരാടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഐ റിയലി ഹോപ്പ്